നമ്മളിതൊക്കെ കേൾക്കുന്നുണ്ട്. ഓക്കെ സെറ്റ് 30 ഓൾറെഡി രണ്ട് ഗാങ്ങും അങ്ങോട്ട് കണ്ടുപിട്ടിട്ടുണ്ട്. ഒരു പിറ്റിങ്ങോ ഫയറിംഗിലേക്കോ പ്രവേശിച്ചിട്ടില്ല. ഓക്കെ ജുഗുറുവിന്റെ വണ്ടി ഇവിടെ ഒരു റിഡ്ജിലേക്ക് കയറി വരുന്നുണ്ട്. ഓക്കെ ടിവിയുടെ ജുഗുറുവിന്റെ ഒരു വണ്ടി ഇവിടെ കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വെഹിക്കിൾസിൽ ഒരു വണ്ടി കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ സെറ്റ് 30 വണ്ടി വന്നിട്ടുണ്ട്. മോബി ഇറങ്ങി ഫയർ ചെയ്യുന്നു. മുന്നേ SR ആയിട്ടുള്ള അല്ലേ, SR ആയിട്ടുള്ള സിറ്റുവേഷനിൽ TVSR ഏരിയയിലാണ് ഇപ്പൊ സെറ്റ് 30 ഹോൾഡ് ചെയ്യുന്നത്. SR പുതിയ ഗാങ് വണ്ടിയാണ്. എനിക്ക് തരണടാ നാട കുറിക്കാൻ. നിന്റെ അല്ലേ നാടാ? സെറ്റ് 30 ഫെക്സർ മറ്റേ മലയുടെ വീടിന്റെ മേലെ കയറി മേൽക്കൂരയിൽ നിന്നും അടിക്കുന്നു അല്ലേ. ഇതൊക്കെ എന്തുവാടാ അവന്റെ തോളെ തൂങ്ങി കിടക്കുന്ന ഡ്രസ്സാണോ ഇതൊക്കെ? സൂപ്പർമാൻ സൂപ്പർമാൻ ഓക്കെ ടിവി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. സെറ്റ് 30 ഒരു വെഹിക്കിൾ ഇവിടെ ഉണ്ട്. ടിവി ഒക്കെ തിരിച്ചു പോകുന്നു. മോബിക്ക് നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ട്. മോബി നല്ലൊരു ടാഗ് ഇട്ടിട്ടുണ്ട്. മോബിയുടെ വണ്ടീനെ ടാർഗറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. മോബിക്ക് നല്ലൊരു ടാഗ് ഇട്ടിരിക്കുന്നു. കറക്റ്റ് സമയത്ത് കുത്തിയത്. അണ്ണൻ നീലന്റെ ഒപ്പം ആയിരിക്കും മിക്ക, അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കും. മോബി ഓക്കെ ഐ തിങ്ക് മോബി ഇറങ്ങി റീലോഡ് സ്കിന്നൊക്കെ അടിച്ചിട്ടുണ്ട്. നീലിന്റെ നീലിന്റെ ഒറ്റയ്ക്ക് കളിക്കത്തില്ല. നീലിന്റെ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. സെറ്റ് 30 സൈഡിൽ നിന്ന് സെർജ് ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ടിവിയുടെ ഏബൽ, അതുപോലെ തന്നെ അലക്സ് ഡുവറും ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. ഏബൽ ആൻഡ് അലക്സ് ഡുവർ ആണ് ഇവിടെ ഇറങ്ങി നിന്ന് ഫയർ ചെയ്യുന്നത്. ഏബൽ ആൻഡ് അലക്സ് ഡുവർ. സെറ്റ് 30 ഒരു വെഹിക്കിൾ റൊട്ടേഷൻ വരുന്നു. അതുപോലെ തന്നെ ടിവിയുടെ ഒരു വെഹിക്കിളും റൊട്ടേഷൻ വരുന്നുണ്ട്. നീലിന്റെ കൂടെ 4 വണ്ടി. ഓക്കെ സെറ്റ് 4 വണ്ടി തിരിച്ചു പോകുന്നു. തിരിച്ച് ആ ഏരിയയിലേക്ക് രണ്ട് വണ്ടി ഇവിടെ ഉണ്ട്. സെറ്റ് 30 ടിവി 2 വണ്ടിയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഓക്കെ ടിവിയുടെ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. ടിവി ഏബൽ ജോസഫ്, അലക്സ് ഡുവർ ആൻഡ് മോബിയാണ് ഈ ഒരു ഏരിയയിൽ ഫയർ ചെയ്യുന്നത്. ഓക്കെ നേരെ പിറ്റിംഗിലേക്ക് വരുന്നു. നല്ലൊരു ചാൻസ് കാണുന്നു. ഓ സെറ്റ് 30 ഇവിടെ കുത്തി. ജുഗ്രു വീണ്, 3 പേര് വീണ്, അവിടെ 4 പേര് വീണ്. മറ്റേ മീഡിയം ഹോൾഡ് വന്നതിന് ശേഷം ആരും ഡൗൺ ആയിട്ടില്ലല്ലോ, അതിന് മുന്നല്ലോ. ഓക്കെ ആഫ്രിക്കക്കാരന്റെ പിക്ക് എവിടെ നിന്ന് കിട്ടിയ? ഞാൻ 5 വട്ടം ചോദിച്ചു. സംശയമില്ല, ഞാൻ തിന്നാറില്ല. ഞാൻ ഭയങ്കര ഒക്കേഷനിലെ ലേസ് ഒക്കെ തിന്നുന്നത്. അതില് നോക്കിയിട്ടുള്ളതിലാണ് ഒരാള് മാത്രം ഡൗൺ ഉള്ളൂ, ബാക്കി 2 പേരും ഒരാളാണ് ഡൗൺ. ഇവിടെ ഈ കിടന്ന പ്ലെയർ ഇല്ല, ഇവിടെ കിടന്നിരുന്നു ആള് മാത്രമേ ഡൗൺ ഉള്ളൂ. ആള് മാത്രമേ അല്ല വെരിഫൈഡ് മൂവി നമ്മൾ അഡ്മി POV നോക്കിയിട്ടാണ് പറയുന്നത്. ഇല്ല അതിലെന്താന്ന് വെച്ചാല് അഡ്മി POV ആണ് നോക്കുക. അതായത് എത്ര ഉള്ളൂ, അതായത് അനൗൺസ്മെന്റും നമുക്ക് ഗിൽഫീഡ് ഒരുമിച്ച് കാണാൻ പറ്റും. നമുക്ക് ഗിൽഫീഡ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടാണ് കൺസിഡർ ചെയ്യുക. പ്ലേയേഴ്സിന്റെ POV അല്ല. ഈ മറ്റേ ഇപ്പൊ 3 പേര് ഡൗൺ ആയാല്, അല്ല 4 പേരാണ് ഡൗൺ ആയതിൽ. അതിലൊരാള് മീഡിയം, 2 പേര് ഹോൾഡിന് ശേഷമാണ്, ഒരാൾ മാത്രം ഡൗൺ ഉള്ളൂ. ഓക്കെ നിങ്ങളുടെ ഭാഗത്ത് ഒരാൾ ഡൗൺ ഉണ്ട്. ഓക്കെ
രണ്ടുപേരെ ജിയർ അടിച്ചില്ലേ മറ്റേ രണ്ടുപേരും നീ അടിച്ചു. രണ്ടുപേർക്കും ഒരേ മറ്റേ നീ ഹീലടാ ഇവന്മാർ ആരും നീ പാടൂന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലടാ നല്ലപോലെ. അത് നമ്മ ആളിയാ ഇപ്പം ആരെ? കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പാടി കൊടുക്കാം അല്ലേ? ആ പറ്റും 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 13 വരെ കോച്ച് അവിടെ നിന്നുറങ്ങി തോന്നുന്നു. 20 പേര് ഇതിലുണ്ടാവും. കോച്ച് നിന്നുറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഓൺ ദ സ്പോട്ട് ചത്തില്ലേ. ഇല്ല അത് കുട്ടിക്ക് മനസ്സിലായില്ല. റസാരിയ എടാ റസാരിയ നിങ്ങൾ ആ ബിൽഡിങ്ങിന്റെ അവിടെ ആ ബിൽഡിംഗ് ആ റെഡ് ബിൽഡിങ്ങില് ഞാനൊരു കാര്യം പറഞ്ഞാ ഈ പച്ചപ്പുൽച്ചാടി മനസ്സിലായില്ല. ഓൺഗോയിങ്ങില് അടിക്കുന്നത് ഓക്കെടാ. എന്തോരു തലവേദനയാടാ ഈ അഡ്മിൻ കളിക്കുന്നേ. സത്യല്ലേ? ഓ ഞാനാണെങ്കിൽ തലവേദന. ഇവര് ടയർ ഇങ്ങനെയാണോ? എല്ലാ ടയറും ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് ടയറാണോ? ഇത് ടയറാ? ഇത് ടയറൊന്നും പൊട്ടിയതാന്ന് തോന്നുന്നു. എല്ലാം പൊട്ടിയതാന്ന് തോന്നുന്നു. ഇതിട്ടാണോ എന്താ അത് ഇന്റൻഷ്യൽ ആണെങ്കിൽ മാത്രം നമ്മൾ നോക്കാറുള്ളൂ. അതായത് ഇന്റൻഷ്യൽ വീഡിയോ ആണോ എന്ന് അറിയാൻ വേണ്ടി. ഫ്രണ്ടിന്ന് അടിച്ച ഫ്രണ്ടിന്ന് അടിച്ച പൊട്ടില്ല. അത് നോക്കാം. അതിപ്പോ അപ്രൂവ്ഡ് വെഹിക്കിൾ ആയിരുന്നു അവർക്ക് ഓൺഗോയിങ്ങിൽ യൂസ് ചെയ്യാം. ഓക്കെ മര്യാദയോടെ സംസാരിക്കുന്നത്. ഇങ്ങനെ വേണം. എല്ലാം കൊണക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ഞാൻ നോക്കി ഓൾറെഡി ഡൗൺ ആയിട്ടാണ് പിന്നെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വന്നത്. കിൽഫീഡും അങ്ങനെ തന്നെയാ. ഓക്കെ Z30 ആണ് കറന്റ്. സത്യമുണ്ടല്ലേ? കഷ്ടമുണ്ട്. താഴെ മറ്റേ 14 vs 14 ആണ് കറന്റ് കൗണ്ട് വരുന്നത്. 14 vs 14. ഒരു വണ്ടിയെ മറ്റേ ഫുട്ബോൾ തട്ടിക്കൊണ്ടുപോകുന്ന കൊണ്ടുവന്നു. ഏബൽ ജോസഫ് ആൻഡ് അലക്സ് ഡുവോർ ഇവിടെ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. ഏബൽ ജോസഫ് ആൻഡ് അലക്സ്. ഏബൽ ജോസഫ് ആൻഡ് അലക്സ്. അതിന്റെ പേര് അലക്സ് ദേവു. ഇങ്ങോട്ട് മാറ്റാ. നല്ലൊരു ഡാമേജ് ആണ് വന്നിട്ടുള്ളത്. വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക്. ഓക്കെ ടി വി കറന്റ് ഫോക്കസിംഗ് ഓൺ വെഹിക്കിൾ. ഒറ്റൊരു വണ്ടീനെ ഫോക്കസ് ചെയ്തുകൊണ്ട് കളിക്കുന്നു ടി വി. ആ ഒറ്റൊരു വെഹിക്കിളിനെ ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഓക്കെ Z30 ബാക്കി വെഹിക്കിൾസ് ബാക്കപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. Z30 ഓക്കെ ടി വി സാവേജ് കത്തിപ്പോയിട്ടുണ്ട്. ഒരു പ്ലെയർ കത്തിപ്പോയിട്ടുണ്ട് ടി വി സൈഡിൽ നിന്ന്. ഓക്കെ 13-14 കൗണ്ട് മാറിയിരിക്കുന്നു. ഓക്കെ ടി വി ഇവിടെ ഇറങ്ങി അടിക്കുന്നു. ടി വി ഒരു ഹൈ റിഡ്ജ് ഏരിയ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട്. Z30 പ്ലേയേഴ്സ് ഇവിടെ കുത്താൻ നല്ലൊരു ചാൻസ്. യെസ് ഫെക്സർ അവിടെ കുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സ് വെർസ്റ്റാപ്പൻ ടെന്നീസണും അവിടെ കുത്തിയിട്ടുണ്ട്. ഓക്കെ ഫെക്സറിന്റെ ഭാഗത്ത് ഫയറിംഗ് ടു ടി വി സൈഡ്. ടി വി ബാലും കെ നായറിന്റെ വെഹിക്കിളിട്ടാണ്. ഓക്കെ നീൽ അവിടെ ഇറങ്ങി ഫയർ ചെയ്യുന്നത്. നീലിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു ഫയറിംഗ് Z30 സൈഡ്. മൊത്തം 88 പീസേ ഉള്ളത് ലോകത്ത്. പിന്നെ അതാ പറഞ്ഞേ നമ്മൾ ആ ഒരു ഇതെല്ലാം കൺസിഡർ ചെയ്യാറ്. അഡ്മി പി ഒ എല്ലാത്തിലും കൺസിഡർ ചെയ്യാറ്. ഹോൾഡിനേഷൻ പിന്നെ ഒരെണ്ണത്തിന് മാത്രമേ 4-5 കോടി വരെ ഇറങ്ങി. 14 vs 14 ആണ്. 13 ആയിരുന്നു Z30. Z30 13 ഒരാള് കത്തിയിട്ടുണ്ട്. Z30 13. ഓക്കെ ടി വി സൈഡിൽ നീൽ ആൻഡ് ഓക്കെ ടി വി സൈഡിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. Z30 ഇവിടെ കുത്താൻ നല്ലൊരു ചാൻസ്.
ഓക്കെ ഡെസ്ട്രോന്റെ വെഹിക്കിളിന് ഒരു ഫയറിംഗ് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഫയറിംഗിൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. രണ്ട് ഫയറിംഗ് നല്ല രീതിക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഡൗൺ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒറ്റ ഒരു ഡൗൺ ആണ് ഇതുവരെ വന്നിട്ടുള്ളത്. രണ്ട് ഗാങ്ങിലും ഓരോ ഡൗൺ വെച്ചിട്ടാണുള്ളത്. ഓക്കെ ടി വി സൈഡിൽ നിന്ന് ഇവിടെ കുത്തിയിരിക്കുന്നു. ടി വി സൈഡിൽ നിന്ന് ഇവിടെ കുത്തിയിട്ടുണ്ട്. ഓക്കെ Z30 വെഹിക്കിൾസ് ഒക്കെ എല്ലാം എടുത്ത് മാറിയിട്ടുണ്ട്. Z30 ആ ഒരു ഏരിയയിൽ നിന്ന് ലീവ് ചെയ്തിരിക്കുന്നു. റിപ്പയറിംഗിന് ട്രൈ ചെയ്യുന്ന ഓൺ ദ സ്പോട്ട് ആണ് ടി വി അവിടെ കുത്തി അടിക്കുന്നത്. ഡെവിൻ എസ്കോബാർ ഇവിടെ മേലെ വന്നിട്ടുണ്ട്. അവർക്കാണ് നമ്മൾ അടിക്കേണ്ടത്. ഇതിപ്പോ നമ്മളവരെ പോയിട്ട് രണ്ടുപേര് ഡൗൺ ആണ് ഇവിടെ. Z30 രണ്ടുപേര് ഡൗൺ. ഓക്കെ Z30 ബാക്കി വെഹിക്കിൾസ് എല്ലാം വന്നിട്ടുണ്ട്. ബട്ട് അവർ ആ ഏരിയയിൽ കുത്താൻ സമ്മതിക്കാതെ ടി വിയെ രണ്ടുപേര് ഡൗൺ ആണ്. നമ്മളോ വണ്ടി കിട്ടിയെന്നോ 509 രണ്ടുപേര് കറന്റ് എന്നൊരു കൗണ്ടിലേക്ക് മാറിയിരിക്കുന്നു. Z30 വീണ്ടും റിപ്പയർ. ആശി അവിടെ ഇറങ്ങിയിരിക്കുന്നു. ആശി അവിടെ ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. നീല അവിടെ ബാക്കിൽ. ഓ ആശി കണ്ടില്ലേ? ആശി ഹെൽത്ത് മാത്രമുള്ള ആശി. ഹെൽത്ത് മാത്രമുള്ള. ഓക്കെ മോബി അവിടെ ഇവിടെ ഈ ഒരു റിഡ്ജിലാണ് കൊണ്ട് കുത്തിയിട്ടുള്ളത്. Z30 ഓക്കെ ടിവിയുടെ ആ ഒരു വെഹിക്കിളിന് കിട്ടിയ ഡാമേജ് എന്ന് പറയുന്നത് നല്ലൊരു ഡാമേജ് ആണ് ആ ഒരു വെഹിക്കിളിന് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വെഹിക്കിള് ലീവ് ആയിട്ടുണ്ട്. ഓക്കെ Z30 ഓൺ ഫുട്ടില് ആ ഒരു ഏരിയക്ക് ഓടി കയറുന്നുണ്ട്. ഓൺ ഫുട്ടിൽ ഓടി കയറുന്നു. ടിവി പരുന്തുവാസം അവിടെ കത്തിപ്പോയിട്ടുണ്ട്. Z30 ഓക്കെ Z30 ഓൺ ഫുട്ടിൽ ഓടി കയറുന്നുണ്ട്. ഓക്കെ ബാക്കപ്പ് ആയിട്ടും രണ്ട് വണ്ടി അവിടെ കളിക്കുന്നുണ്ട്. രണ്ടുപേര് ബാക്കപ്പ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ കറന്റ് 11 പ്ലേയേഴ്സ് ആണ് ബാക്കിയുള്ളത്. Z30 11 14 ഇവ പരുന്തുവാസം ഇവിടെ കത്തിപ്പോയിട്ടുണ്ട്. ഹലോ വീഡിയോ ഇത് എന്തോ ആടാ ഇത് മൂവിയാണ് കേട്ടെ. ആരത് വീഡിയോ ചെയ്തേ? ഹലോ അമ്മ ബോബിനെ വണ്ടി ഇടിച്ചേ അവരുടെ സൈഡിൽ നിന്നാണോ? ഓക്കെ ടി വി സൈഡിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ ടി വി സൈഡിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. Z30 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. Z30 ഓൺ ഫുട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. Z30 ഓക്കെ Z30 ഓൺ ഫുട്ട് ഇറങ്ങിയിരിക്കുന്നു. പരുന്തുവാസന് നല്ലൊരു ടാഗ് വന്നിട്ടുണ്ട്. Z30 റൈറ്റിൽ കൂടെ ഓടി കയറുന്നുണ്ട്. ഓക്കെ ബാലൻ കെ നായറിന് നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ടി വി ഒക്കെ ഇറങ്ങി വരുന്നു. പരുന്തുവാസു ചെറുതായിട്ടൊന്ന് ബ്ലോക്ക് ആയി പോയിട്ടുണ്ട്. പരുന്തുവാസു ഡൗൺ ആവാൻ നല്ലൊരു ചാൻസ് ആണ്. നോക്കിയേ ലാല സൽമാൻക്ക് ഒരു പിക്ക് എടുത്തു. നീലകണ്ഠൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. പരുന്തുവാസു ഡൗൺ ആയിരിക്കുന്നു. ഓക്കെ നീല അവിടെ ഒരു പിക്ക്. ഇറ്റാച്ച് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ലാല സൽമാൻക്കയുടെ രണ്ടാമത്തെ പിക്ക്. നീലകണ്ഠന്റെ അടുത്തൊരു പിക്ക്. ബാലൻ കെ നായർ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ ഫെക്സർ അവിടെ ഒരു പിക്ക്. ഷാഡ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. LX ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ അലക്സ് ഡുവോർ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സാവേജ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. സാവേജിന്റെ രണ്ടാമത്തെ പിക്ക്. ഓക്കെ നീലകണ്ഠന്റെ മൂന്നാമത്തെ പിക്ക്. ഐ തിങ്ക് Z30 ഓൾ ഡൗൺ ആയോ? ഓക്കെ ഡെസ്ട്രോ ഫെക്സറിനെ ഡൗൺ ആക്കി. ഇതൊക്കെ എന്തായാലും ജയിക്കും അറിയാം. അതൊന്നും അല്ല ബാക്കു. എടാ അതല്ല ഇതെന്തുവാടാ ഇവനെ പറ്റിയ എന്തോ ഈഗിളിനെ പറ്റിയ എന്തോ അവന് കണ്ണ് കയ്യോന്നില്ല തോന്നുന്നു. കണ്ണു അല്ല പിന്നെ കണ്ടുപിടിക്കാതെ ഓടത്തില്ലല്ലോ. എടാ ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജയിക്കുമെന്ന് അറിയാവുന്ന സാധനങ്ങളാ ഇതൊക്കെ. അങ്ങനെ ഒരു മണിക്കൂർ നമുക്ക് ഇത് ഇത്ര നീട്ടി തന്നതിന് നന്ദി. നമ്മള് ഉണ്ണാക്കാനായി പോയനെ. എടാ സീരിയസ്ലി ഉണ്ടല്ലോ. എടാ GG ഇട്ടോ മറ്റേ കൂൾഡൗൺ അടിച്ചോ. ഞാൻ ഇത് ചെയർ പിടിക്കാം. സീരിയസ്ലി ഈ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ. വായിക്കാളോ ഇതോട്ടൊരു ബന്ധമില്ലല്ലോ അണ്ണാ. അതാണേ കഷ്ടം. അടിച്ച മെസ്സിനെ അയ്യോ 446 വായത്താള പത്രം ഉള്ളല്ലോടാ. ഉമ്മരിച്ച് അധികമായിരുന്നടാ. ഉമ്മരിച്ച് അധികം വായത്താളായിരുന്നു. ഇത്ര പറഞ്ഞാ എടാ നാളെ പോയിട്ട് ഐഗിളിട്ട ഷൂസ് ഇടണോടാ.
വാസുവിന്റെ ശരീരം കാണുന്നതിനെക്കാട്ടി കൂടുതലായിട്ട് അശു വെയിറ്റ് ഇനി ഇത് അടിച്ചിട്ടുണ്ടായിരുന്നോ? അത് വിഷയമായിരുന്നു കേട്ടോ. ആ സത്യല്ലേ ഇതിനെ ഓയ്യോ കളിച്ച് കളിച്ച് സത്യം. ഇത് കറക്റ്റ് പിറകിൽ അടി വന്നു. സോ